ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു കവർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് കോൺഫ്ലോർ ആണ്. ഈ കോൺഫ്ലോറിന് ഈ അളവില്ല എന്നുണ്ടെങ്കിൽ, ഒരു ടേബിൾ സ്പൂൺ അളവില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂണിന് എടുക്കുക. കണ്ടോ? അപ്പോൾ ഇതാണ് ഒരു ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ അതുപോലെ ഞാൻ കോൺഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കിത് പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്നും പകുതി പഞ്ചസാര പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് നന്നായിട്ട് കുറുകിക്കോളും. തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് വച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങളിത് ചൂടാക്കി എടുത്തോളൂ. നല്ല പോലെ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കൈ വിടാതെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് തിക്കാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഐസ്ക്രീം എങ്ങനെയാണ് നല്ല ക്രീമി ആവുന്നതെന്ന് അറിയണ്ടേ? ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഇതിലേക്ക് 3 മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, 1 പിഞ്ച് ഉപ്പും നമ്മൾ നേരത്തെ ബാക്കി വെച്ച പഞ്ചസാര പൊടിയും ചേർത്ത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് വാനില എസൻസ് ചേർക്കണം. എന്നാലേ ആ മുട്ട മണം മാറിക്കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീമി ആയി കിട്ടും, ഈ മുട്ടയുടെ വെള്ളയും അതുപോലെ കോൺഫ്ലോറും. ഇനി 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡെങ്കിലും ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ ആ മുട്ട മണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടത്തുള്ളൂ. എപ്പോൾ എന്ത് മുട്ട വെച്ച് ചെയ്താലും വാനില എസൻസ് ചേർത്ത് ഒരു 30 സെക്കൻഡെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്താലേ ആ മുട്ട മണം ഒന്ന് മാറിക്കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മിക്സ്ചർ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുത്തപ്പോൾ ഒന്നുകൂടി തിക്കായിട്ടുണ്ട് നമ്മുടെ മിൽക്കിൻ്റെ ആ ഒരു കൂട്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പതപ്പിച്ചത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഈ മുട്ട വെള്ള പതപ്പിക്കുമ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ മുട്ട വെള്ള നന്നായിട്ട് ഇതുപോലെ തന്നെ പതപ്പിച്ചെടുക്കാം. ഈ മുട്ട വെള്ള പതപ്പിക്കുമ്പോൾ ഈ ബൗളിലോ വിസ്കിലോ അതുപോലെ നിങ്ങൾ സ്പൂൺ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്പൂണ് ബൗള് എല്ലാം ഡ്രൈ ആയിരിക്കണം, നല്ല ക്ലീനും ആയിരിക്കണം. ഒരു അംശം വെള്ളം പോലും കാണരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുട്ടയുടെ വെള്ള ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെയും പതപ്പിച്ചെടുക്കാം. ഇലക്ട്രിക് ബീറ്ററിലും നിങ്ങൾ വെള്ളം ഉണ്ടെങ്കിൽ ഇത് പതഞ്ഞു വരില്ല. അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചോക്ലേറ്റാണ്. ഇത് നമ്മുടെ ഈ ഐസ്ക്രീമിനെ കൂടുതൽ റിച്ചുമാക്കും, അതുപോലെ നല്ല ടേസ്റ്റിയുമാക്കും. അപ്പോൾ നിങ്ങൾ ചെറിയൊരു പീസ് ചോക്ലേറ്റ് മേടിച്ചിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടാൽ മതി. നല്ലൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന പരിപാടി നോക്കിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ട്രൈ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് ഐസ്ക്രീമിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് ഐസ്ക്രീം ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് എന്തിൽ വേണമെങ്കിലും, വീട്ടിലുള്ള സാധാ ബൗളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓവർനൈറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്, ഒരു രാത്രി ഫുൾ. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്ത ഐസ്ക്രീമാണിത്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് ഐസ്ക്രീം റെഡിയായി. അതും ഒരു വലിയ ടിന്ന് നിറയെയാണ് നമുക്ക് ഈ ഐസ്ക്രീം കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. നല്ല ക്രീമി ടെക്സ്ചറാണ് നമ്മുടെ ഈ ഐസ്ക്രീമിന്. അതുപോലെ ഒരു റിച്ച് ഫ്ലേവർ തന്നെയാണ് ഇത്. നമ്മുടെ ആ ചോക്ലേറ്റ് കൂടി ചേർത്തുകൊണ്ട് നല്ലൊരു സ്വാദ് കൂടി ഈ ഐസ്ക്രീമിനുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.
അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉടനെ തന്നെ ട്രൈ ചെയ്യുമല്ലോ, ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്രീമിയാണ് നമ്മുടെ ഈ ഐസ്ക്രീം. അതും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാൻ. പിന്നെ കോൺഫ്ലോർ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. പിന്നെ സാധാ പലചരക്ക് കടകളിലും കിട്ടുമെന്ന് തോന്നുന്നു, പക്ഷെ അവിടെയൊക്കെ നല്ല വലുതായിരിക്കും. സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ ചെറിയ ഒരു ബോട്ടിൽ മതിയല്ലോ നമുക്ക് കോൺഫ്ലോർ. അടിപൊളി സ്വാദാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.